നമസ്കാരം. വടക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. 10 സൈനികർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഒരു സൈനികനെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടം. ഒരു കവചിത വാഹനത്തിനു പുറമെ രക്ഷാദൌത്യവുമായി എത്തിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹമാസ് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഗാസയിലെ ബൈത് ഹാനൂനിൽ തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് ബോംബ് സ്ഫോടനമുണ്ടായതെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. ജെറുസലേം സ്വദേശികളായ സ്റ്റാഫ് സാർജന്റ് മേയർ ഷിമോൺ അമർ, സാർജന്റ് മോഷെ നിസീം ഫ്രഷ് എന്നീ 20 വയസ്സുള്ള 2 സൈനികരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നും സൈന്യം അറിയിച്ചു. സൈനികർ കാൽനടയെ സഞ്ചരിക്കുന്ന സമയത്താണ് സ്ഫോടനമുണ്ടായതെന്നാണ് IDF വിശദീകരണം. വ്യോമാക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലത്തായിരുന്നു സ്ഫോടനം നടന്നതെന്നും സൈന്യം വ്യക്തമാക്കി. യമനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഹൂതികൾ തിരിച്ചടിക്കുകയായിരുന്നു. ഇസ്രായേലിന് നേരെ മിസൈൽ വർഷിച്ചതിനു പുറമെ ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെയും ഹൂതികൾ ആക്രമണം നടത്തി. 2 കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തങ്ങൾ ആക്രമിച്ച മാജിക് സീസ് എന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയതായും ഹൂതികൾ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ 61 പേരാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ കഴിഞ്ഞ ദിവസം 5 പേരാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ 3 തുറമുഖങ്ങളിലും ഒരു വൈദ്യുത നിലയത്തിലും ഇസ്രായേൽ സേന ബോംബിട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് ഹൂതികൾ മിസൈൽ അയക്കുകയായിരുന്നു. എല്ലാം ഫലപ്രദമായി തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെട്ടത്. ചെങ്കടൽ തീരത്തുള്ള ഹുദൈദ, റാസ് ഇസ, സാലിഹ് തുറമുഖങ്ങളും റാസ് ഖാദിബ് പവർ പ്ലാന്റും ആക്രമിച്ചതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ഹൂതികൾ പിടിച്ചെടുത്തതും ഹുദൈദ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നതുമായ ഗാലക്സി ലീഡർ കപ്പലിലെ റഡാർ സംവിധാനത്തെയും ആക്രമിച്ചതായും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം നാശനഷ്ടങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളില്ല. ഇസ്രായേൽ ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ഹൂതികളുടെ പ്രത്യാക്രമണം ഉണ്ടായത്. യമനിൽ നിന്ന് 2 മിസൈലുകൾ വന്നതായി ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവ 2 ഫലപ്രദമായി തടഞ്ഞെന്നും പരിക്കേറ്റ മറ്റു നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ജെറുസലേം, ഹെബ്രോൻ, ചാവുകടലിനടുത്തുള്ള നഗരങ്ങൾ എന്നിവിടങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് തങ്ങളുടെ മിസൈൽ പ്രയോഗിച്ചതെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. 2023 ഗാസയിൽ ഇസ്രായേൽ നരനായിട്ട് ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെ 100 കണക്കിന് മിസൈലുകളാണ് ഹൂതികൾ പ്രയോഗിച്ചത്. സുപ്രധാനമായ ചെങ്കടൽ ഇടനാഴിയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനുവരിയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ഹൂതികൾ ആക്രമണം നിർത്തിവെച്ചുവെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ സജീവമായി പുരോഗമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിനിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ 5 പ്രധാന ഇസ്രായേലി സൈനിക താവളങ്ങളെ തവിട്ടുപൊടിയാക്കിയെന്നാണ് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച് ആക്രമണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്തും ശ്രദ്ധേയമാണ്. ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ ഇതാദ്യമായാണ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതെന്ന പ്രത്യേകതയും ഈ വെളിപ്പെടുത്തലുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ടെൽനോഫ് വ്യോമതാവളം, ഗ്ലിലോട്ട് രഹസ്യാന്വേഷണ താവളം, കൂടാതെ സിപ്പോറിറ്റ് ആയുധ നിർമ്മാണ താവളം ഉൾപ്പെടെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ആഘാതമേൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 6 റോക്കറ്റുകളാണ് ഇസ്രയേലി സൈനിക താവളങ്ങളിൽ പതിച്ചിരിക്കുന്നത്. കൂടാതെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് വൻ പ്രഹരശേഷിയുള്ള മറ്റ് 36 മിസൈലുകളും ഇസ്രയേലിനുള്ളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടെ 28 പേരുടെ മരണത്തിനിടയാക്കുകയും 240 കെട്ടിടങ്ങൾക്ക് 2 സർവകലാശാലകൾക്കും ഒരു ആശുപത്രിക്കും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതായും 13,000-ലധികം ഇസ്രായേലികളെ ഭവനരഹിതരാക്കുകയും ചെയ്തതായും ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം 500ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ നല്ലൊരു വിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. 12 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 1100 ഡ്രോണുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിട്ടുള്ളത്.
ഇസ്രയേലും അമേരിക്കയും പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന ഇറാൻ മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ 7ാം ദിവസത്തോടെ ഏകദേശം 16% മിസൈലുകൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കടന്നെത്തിയെന്നാണ് ഡാറ്റകളെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമം നേരിട്ടിരുന്നുവെന്ന് വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ പ്രതിരോധ സേന നിഷേധിക്കുകയും ചെയ്തു. ഭീഷണി നേരിടുവാൻ ആവശ്യമായ അത്രയും മിസൈലുകളുമായി മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നുവെന്നാണ് അവരുടെ അവകാശവാദം. ഇറാൻ മിസൈലുകൾ ഇടയ്ക്കിടെ മാറ്റി പ്രയോഗിച്ചതും ഇസ്രയേലിലെ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കാമെന്നാണ് ടെലിഗ്രാഫ് പറയുന്നത്. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഉപയോഗിച്ചതായി നേരത്തെ തന്നെ IDFും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ഇസ്രയേൽ കൂടുതൽ ആഘാതമേൽപ്പിച്ചിരുന്നതായും വിലയിരുത്തുന്നു. അതേസമയം ലക്ഷ്യം പൂർത്തിയാക്കാതെ നാണം കെട്ട് വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്നുവെന്ന ഇസ്രയേൽ അണിയറയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ സൈനിക നേതൃത്വവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഇറാനെ തൊട്ടാൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയിൽ ഇസ്രായേൽ സ്തംഭിക്കുമെന്നാണ് ഇറാൻ കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭാവിയിലെ ഏത് ആക്രമണങ്ങൾക്കും ഇറാൻ നിർണായക പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ സായുധ സേനാ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ ഇസ്രയേൽ സംഘർഷ സമയത്ത് തന്നെ ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്രതികാര പദ്ധതി തയ്യാറായിരുന്നുവെങ്കിലും വെടിനിർത്തൽ കാരണം അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇറാൻ കമാൻഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യം തസ്നീം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രയേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യുവാൻ കഴിയുമെന്ന് അവർ കാണും എന്നാണ് മൗസവി പറഞ്ഞത്. വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്ക് പോലും അത്തരം ഘട്ടത്തിൽ നെതന്യാഹുവിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞേക്കില്ലെന്നും അബ്ദുൾ റഹീം മൗസവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ കഴിഞ്ഞ ജൂൺ 22-ന് ഇറാനിലെ ഇസ്ബഹാൻ, നദാൻസ്, ഫോറോ ആണവ നിലയങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണവും അതിന് തിരിച്ചടിയായി ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതുമാണ് 12 ദിവസം നീണ്ടുനിന്ന സംഘർഷം വെടിനിർത്തലിലെത്താൻ കാരണമായത്. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണം ലോകശക്തികളെ ഉൾപ്പെടെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുവാൻ ട്രംപ് നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായത്. സംഘർഷത്തിൽ ബങ്കർ രാജ്യമായതിനാൽ മാത്രമാണ് ഇസ്രയേലിന് കൂടുതൽ ആൾനാശം ഉണ്ടാകാതിരുന്നത്. എന്നാൽ അവരുടെ സൈനിക അടിത്തറയടക്കം തകർത്ത് തരിപ്പണമാക്കിയാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചതെന്ന് ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ മറ്റു ലോക രാജ്യങ്ങൾക്കും വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.